ആണവായുധം പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന വിനാശകരമായ ഫലങ്ങളിൽ ഏറ്റവും ഭീകരമായത് റേഡിയേഷനാണ്. ഇത് സ്ഫോടനത്തെക്കാൾ മാരകമായി വളരെ വലിയ ദൂരത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും സംഭവിച്ചത് ഇതിന്റെ ഭീകരമായ ഉദാഹരണമാണ്. അന്ന് അണുബോംബ് സ്ഫോടനത്തിൽ തൽക്ഷണം മരിച്ചവരെക്കാൾ എത്രയോ അധികമായിരുന്നു റേഡിയേഷൻ മൂലം പിന്നീട് മരണപ്പെട്ടവരുടെ എണ്ണം. അടുത്തിടെ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ഏകദേശം 15 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഈ സൈനിക നടപടിയിൽ ജെയ്ഷെ ഇ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളുടെ 9ഓളം താവളങ്ങൾ തകർക്കുകയും 100ഓളം ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ ആണവായുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളായതിനാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അണുബോംബ് ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേസമയം അണുബോംബ് ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിലൊന്നാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്കൻ ഐക്യനാടുകൾ വർഷിച്ച അണുബോംബുകളുടെ ഭീകരത ലോകം നേരിട്ട് അനുഭവിച്ചതാണ്. ഹിരോഷിമയിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഏകദേശം 80,000 പേർ മരിക്കുകയും സ്ഫോടനത്തിലുണ്ടായ അത്യുഷ്ണത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായ പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അതിനേക്കാൾ ഭീകരമായിരുന്നു തുടർന്നുണ്ടായ റേഡിയേഷൻ. ഇത് ദൂരവ്യാപകമായി പടർന്നു പിടിക്കുകയും പിന്നീട് അനേകം ആളുകൾ ഈ വികിരണത്തിന്റെ ദോഷഫലങ്ങൾ മൂലം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഈ റേഡിയേഷന്റെ ദോഷകരമായ പ്രഭാവം ഇന്നും ഹിരോഷിമയിൽ കാണാൻ സാധിക്കും. നാഗസാക്കിയിലെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. അവിടുത്തെ ആണവാക്രമണത്തിൽ നഗരത്തിന്റെ 80% നശിക്കുകയായിരുന്നു. ഒരു രാജ്യം ആണവാക്രമണം നടത്തിയാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ലഭിക്കൂ എന്ന് ആദ്യമായി മനസ്സിലാക്കുക. അണുബോംബ് സ്ഫോടനത്തിന് ശേഷം താപവും ഊർജവും വളരെ വേഗത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചുറ്റുപാടും വ്യാപിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനേക്കാൾ അപകടകരമായത് അതിന്റെ വികിരണമാണ്. അത് സ്ഫോടന കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ റേഡിയേഷനിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ പരിഭ്രാന്തരായി ഓടിപ്പോകാൻ ശ്രമിക്കരുത്. പകരം നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി ഒതുങ്ങി നിൽക്കുക. അടുത്ത 24 മണിക്കൂർ യാതൊരു കാരണവശാലും തുറന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങരുത്. നിങ്ങൾ ആ സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളിൽ റേഡിയേഷൻ അംശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ അവ ഉടനടി ഊരിമാറ്റി മനുഷ്യർക്കും മൃഗങ്ങൾക്കും എത്തിച്ചേരാൻ സാധ്യതയില്ലാത്ത ഒരു പ്ലാസ്റ്റിക് ബാഗിൽ ഭദ്രമായി സൂക്ഷിക്കുക. അതിനുശേഷം ധാരാളം വെള്ളം ഉപയോഗിച്ച് നന്നായി കുളിക്കുകയും സോപ്പ് ലായനി ഉപയോഗിച്ച് ശരീരം മുഴുവൻ കഴുകുകയും ചെയ്യുക. ശരീരം അധികം ഉരയ്ക്കാതിരിക്കാനും നിങ്ങളുടെ കണ്ണുകൾ, മൂക്ക്, ചെവികൾ എന്നിവ വൃത്തിയുള്ള മൃദുവായ തുണി ഉപയോഗിച്ച് മാത്രം തുടയ്ക്കാനും ഓർമ്മിക്കുക. ആണവായുധ ഭീഷണി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ഈ അടിയന്തര മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് നിർണായകരമാണ്. യോഗേശ്വരാനന്ദഗിരിയുടെ പ്രവചനം ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. 2025 മെയ് മാസത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അപൂർവ പ്രപഞ്ച വിന്യാസം സംഭവിക്കുമെന്നായിരുന്നു ജ്യോതിഷിയുടെ പ്രവചനം. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പുരാതന സംഭവങ്ങളുമായി, പ്രത്യേകിച്ച് മഹാഭാരതത്തിലെ വലിയ യുദ്ധങ്ങളോട് ബന്ധപ്പെടുത്തിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. 10 മാസങ്ങൾക്ക് മുൻപ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇക്കാര്യം പ്രവചിച്ചത്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായതോടെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും ചർച്ചയാവുന്നത്. മെയ് 30 ഒരു ഗ്രഹ സമവാക്യം രൂപപ്പെടുന്നു. ജ്യോതിഷപരമായി 6 ഗ്രഹങ്ങളുടെ ഈ സ്ഥാനം മഹാഭാരത കാലത്തോ മുൻകാലങ്ങളിലെ വലിയ യുദ്ധങ്ങളിലോ കണ്ട രൂപങ്ങളുമായി സാമ്യമുള്ളതാണ് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കൂടാതെ ഇന്ത്യ ഒരു സുവർണ കാലഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നും ജ്യോതിഷി പറഞ്ഞിരുന്നു. വരാനിരിക്കുന്ന സംഭവങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണെന്നും അദ്ദേഹം പ്രവചിച്ചു. ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണെന്ന് തനിക്ക് പറയാൻ കഴിയും. ഇന്ത്യ അതിന്റെ ഉന്നതിയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതേസമയം രാജ്യത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ പ്രമുഖ മുസ്ലിം വാർത്താ ഇൻസ്റ്റഗ്രാം പേജ് മെറ്റ നിരോധിച്ചിരുന്നു. 6.7 ലക്ഷം ഫോളോവേഴ്സുള്ള @മുസ്ലിം അക്കൗണ്ട് പ്രാദേശിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു നിരോധനം. ഇത് സെൻസർഷിപ്പ് ആണെന്ന് അക്കൗണ്ടിന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ അമീർ അൽ ഖദഹത്ബെ ആരോപിച്ചു. @മുസ്ലിം എന്ന ഇൻസ്റ്റഗ്രാം പേജ് ലോകമെമ്പാടും മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും പങ്കുവെക്കുന്ന ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. 6.7 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഈ പേജ് മുസ്ലിം ലോകത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, അപ്ഡേറ്റുകൾ, വിശകലനങ്ങൾ എന്നിവ നൽകുന്നതിൽ പ്രശസ്തമാണ്. അമീർ അൽ ഖദഹത്ബെ എന്ന എഡിറ്റർ ഇൻ ചീഫിന്റെ നേതൃത്വത്തിൽ സത്യം രേഖപ്പെടുത്തുകയും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുക എന്നതാണ് പേജിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് @മുസ്ലിം പേജിലെ പോസ്റ്റുകൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ ഉള്ളടക്കം നിയന്ത്രിക്കാനുള്ള നിയമപരമായ അഭ്യർത്ഥന ഞങ്ങൾ പാലിച്ചതിനാൽ ഇന്ത്യയിൽ അക്കൗണ്ട് ലഭ്യമല്ല എന്ന സന്ദേശമാണ് ലഭിക്കുന്നത്.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുത രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത്. പാകിസ്ഥാൻ നടന്മാരുടെയും ക്രിക്കറ്റ് താരങ്ങളുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ബ്ലോക്ക് ചെയ്തിരുന്നു. ബോളിവുഡ് താരങ്ങളായ ഫഹാദ് ഖാൻ, ആതിഫ് അസ്ലം, ക്രിക്കറ്റ് താരങ്ങളായ ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയവരുടെ അക്കൗണ്ടുകളും നിരോധിച്ചു. അതേസമയം ഇന്ത്യ പാക് ശത്രുത ഓൺലൈനിൽ തെറ്റായ വിവരങ്ങളുടെ പ്രവാഹത്തിന് കാരണമായിട്ടുണ്ട്. ഡീപ് ഫേക്ക് വീഡിയോകളും കാലഹരണപ്പെട്ട ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്.